ധരിച്ചിട്ടുള്ളവരായാലും ആരായാലും ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് സാരിയുടെ തുണ്ടെടുത്ത് അരയിൽ ബന്ധിക്കുക. അത് പൂണൂല് ധരിക്കുന്നതിന് സമമാണ്. അതുകൊണ്ട് ഈ കർമ്മത്തെ ഒരു താന്ത്രിക കർമ്മമായി മാറ്റുന്നതിന് സാരിയുടെ തുമ്പെടുത്ത് അരയിൽ ബന്ധിച്ചിരിക്കണം. ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. പ്രയാഗരാജ് കുംഭമേള നടക്കുന്ന അവസരമാണ്. വസന്ത പഞ്ചമിയാണ്. വളരെയധികം പ്രത്യേകതകളുള്ള ദിവസമാണ് ഇന്ന്. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന മഹാകുംഭമേള. അതിൻ്റെ എല്ലാം അവസരം ഈ വർഷം 2024-25 വർഷം വളരെ ശ്രേഷ്ഠമായ വർഷമാണ്. കാരണം ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പ്രതിഷ്ഠ, അതുപോലെ മഹാകുംഭമേള, ഇതെല്ലാം ഒത്തുവന്ന ഈ അവസരത്തിൽ ഇന്ന് ഭൂമിയിലുള്ള എല്ലാവരും മഹാഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. കാരണം ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുവാനായിട്ടുള്ള മഹാഭാഗ്യം നമുക്ക് സിദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും പരമ പവിത്രമായിട്ടുള്ള ഈ കാലത്തിൽ വന്ന് ജനിച്ച അതിശ്രേഷ്ഠരായിട്ടുള്ളവരാണ്. ആരും പുറകിലല്ല, എല്ലാവരും ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ഇതുപോലെ ഒരു മഹാദേവി സന്നിധിയിൽ വന്ന് ദേവിക്കായി പൊങ്കാല സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളുടെയും നമ്മുടെ കാമനകൾ, നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണല്ലേ, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ. എല്ലാവരും എല്ലാം തിരഞ്ഞെടുക്കും ഒന്നുമല്ല, എല്ലാവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ. ഇതൊക്കെ നമുക്ക് ദേവിയിൽ നിന്നും നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ പൊങ്കാല സമർപ്പണത്തിന് അഗ്നി തിരുമേനിയെ സമർപ്പിച്ചു കഴിഞ്ഞത് അഗ്നി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു സങ്കല്പം എഴുതണം. കാരണം സങ്കല്പമില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് മനുഷ്യന് സാധ്യമല്ല. സങ്കല്പമാണ്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലുള്ള സങ്കല്പമുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്തതായി ഇന്നത് ചെയ്യണം എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട്. ആ സങ്കല്പത്തിലൂടെ മാത്രമേ മനുഷ്യന് മുന്നോട്ട് ജീവിക്കാൻ സാധ്യമാകൂ. അപ്പൊ ആ സങ്കല്പം, ഒരു തോക്കെടുത്ത് വെടിവെക്കുന്ന സമയത്ത് അതിന്റെ ബാരൽ എങ്ങോട്ട് നിൽക്കുന്നോ ആ ഡയറക്ഷനിലാണ് കൊണ്ടുപോകുക എന്നതുപോലെ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തിനനുസരിച്ചാണ് മുന്നോട്ടുള്ള ജീവിതം പോകുന്നത്. അതുകൊണ്ട് ഈ പൊങ്കാല സമർപ്പണത്തിന് മുൻപ് ഒരു സങ്കല്പം എടുത്ത ശേഷമാണ് നാം ഇത് ചെയ്യുന്നത്. എന്തിനു വേണ്ടി, എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ, എന്താണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അഹങ്കാരമായാലും ദേഷ്യമായാലും സന്തോഷമായാലും സകലമായാലും എല്ലാം തുറന്നു പറയുവാനുള്ള ഒരു സന്നിധിയാണ് മാതൃസന്നിധി. നമ്മുടെ അമ്മയുടെ അടുത്ത് നമുക്ക് എന്തും പറയാം. അപ്പൊ ആ അമ്മയുടെ അടുത്ത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. പ്രപഞ്ചത്തോളം വളർന്നു നിൽക്കുന്ന ആ മഹത്തായ ശക്തിയെ ചുരുക്കി കൊണ്ടുവന്ന് നമുക്ക് പ്രാപിക്കാവുന്ന വിധത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് ചോദിച്ചു വാങ്ങിക്കുന്നത് തെറ്റല്ല, ചോദിച്ചു വാങ്ങിക്കണം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അതുപോലെ അമ്മയുടെ അടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിച്ച് പറഞ്ഞ ശേഷം നമുക്ക് ഇത് ആരംഭിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകൾ ക്ഷേത്രദേവതയുടെ പാദങ്ങളിലും ഗുരുപരമ്പരയുടെ പാദങ്ങളിലും സമർപ്പിച്ചുകൊള്ളുന്നു. ഓം ശ്രീ മഹാദേവിയെ നമഃ. ഓം ശക്തി.